ലക്ഷറി ഷിക്കാര എന്ന് പറയുമ്പോ എന്താ സംഭവം? സൂപ്പർ கம்ஃபர்ட் ஜோன் நல்லா இருக்கு. ഹലോ, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം ബോട്ട് കണ്ടപ്പോൾ മനസ്സിലായി കാണും. അതേ ആലപ്പുഴയിൽ തന്നെയാണ്, എൻ്റെ സ്വന്തം നാടായ ആലപ്പുഴയിൽ തന്നെയാണ്. അപ്പോൾ ആലപ്പുഴയിൽ നമുക്ക് എന്താണ് ഒരു ഹോം സ്റ്റേ, അത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ ഇപ്പോൾ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ, എന്നാലും നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് സ്റ്റേ ചെയ്യാൻ ബെറ്റർ, എവിടെയാണെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഒരു ഹോം സ്റ്റേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അവിടെ ഇപ്പം അതിൻ്റെ ഓണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മെയിൻ്റനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വന്ന് നിങ്ങളെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പം ഹോം സ്റ്റേയുടെ പേരെന്ന് പറയുന്നത് പാഡി ഗ്രാം എന്നാണ്. അതെ, പാഡി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വയലെന്നാണല്ലോ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ കാണാനും എന്നൊക്കെയാണ് അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് നോക്കാമല്ലേ ഇവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ്, അവരെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കാണാനുള്ളതെന്നൊക്കെ നമുക്കൊന്ന് ഓടിച്ചിട്ട് കാണാം. ഞാൻ പറഞ്ഞില്ല ഇവിടെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒന്നും കൂടെ വരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് ഇവിടെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ട്. ഇവിടെ താഴെ മുകളിലൊക്കെ ആയിട്ട് റൂമുണ്ട്. നമുക്ക് താഴത്തെ 2 റൂം കാണാം. ഇതാണ് ഫസ്റ്റ് റൂം. ഓക്കെ, ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു റൂം കൂടെ കണ്ടിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. ഇതാണ് സെക്കൻഡ് റൂം വരുന്നത്. കുറേ റൂംസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞില്ലേ, ഇത് പുറത്തുള്ള വേറെ കുറേ റൂംസാണ് കേട്ടോ. പിന്നെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ അർജുൻ ബ്രോയാണ്. പുള്ളിയാണ് നമ്മളിവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട് വന്നിട്ടുള്ളത്. അവിടെ ഓൾറെഡി ഗസ്റ്റ് വന്നിട്ടുണ്ട് ഫ്രം ചെന്നൈ. ഇതാണ് നമ്മുടെ പാഡി ഗ്രാം. ശരിക്കും അറിഞ്ഞിട്ട പേര് തന്നെയാണ്. നോക്കിയേ, ഗസ്റ്റൊക്കെ നല്ല രീതിയിൽ അവിടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള. അപ്പോൾ കറക്റ്റ് പറഞ്ഞതുപോലെ തന്നെ പാഡി ഗ്രാം കണ്ടില്ല, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. അപ്പോൾ ഇത് അർജുൻ ബ്രോ ആണ്. അർജുൻ ബ്രോ ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ ഓക്കെ അർജുൻ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ഫെസിലിറ്റീസ് ഉള്ളത്? ഇവിടെ വരുന്നത് നമുക്ക് മൊത്തം 6 റൂമുണ്ട്. ഇത് 2 റൂം, പിന്നെ ഫ്രണ്ടിൽ 2 റൂം. ഓക്കെ, 2 റൂം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് റൂം വേണ്ടി പടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ 2 റൂം എ സി ആണ്. ബാക്കിലെ റൂം എ സി ആണ്. ഓക്കെ, നോൺ എ സി അൾട്രാ എ സി ആണ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ വരുന്നത് ആക്ടിവിറ്റീസ് ഉണ്ട്. കയാക്ക് ഉണ്ട്, ഷിക്കാര വള്ളമുണ്ട്, ലക്ഷറി ഷിക്കാര ഉണ്ട്, ഓപ്പൺ ബോട്ട്. ലക്ഷറി ഷിക്കാര എന്ന് പറയുമ്പോ എന്താ സംഭവം? അതൊന്ന് എ സി വരും. ഓക്കെ, അതിൽ കംപ്ലീറ്റ് എ സി ആയിരിക്കും. അതെ, നോർമൽ ഷിക്കാരയിൽ എ സി ഒന്നും ഇല്ല, ഫുൾ ഓപ്പൺ ആണ്. ഇത് കവേർഡ് വരും, ഗ്ലാസ് കവേർഡ് വരും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ഓപ്പൺ ബോട്ട് ഉണ്ട്. ചെറിയ വള്ളത്തെ സീറ്റൊക്കെ വെച്ച് ചെറിയ വില്ലേജ് ഏരിയ പോവാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ. അല്ലാതെ ഹൗസ് ബോട്ട് ഉണ്ട്. 2 മുതൽ 14 ബെഡ്റൂം വരെ നമുക്ക് ഹൗസ് ബോട്ട്സ് ഉണ്ട്. ഓക്കെ, പിന്നെ കയാക്കിംഗ് ഒക്കെ ഉണ്ടോ? കയാക്കിംഗ് ഉണ്ട്, ഡബിൾ ഉണ്ട്, സിംഗിൾ ഉണ്ട്. കപ്പിൾസ് വേണേ ഡബിൾ. ഓക്കെ, അതിപ്പോ എങ്ങനെയാ കയാക്കിങ്ങിന് ഇപ്പൊ നമ്മൾ വരണമെങ്കിൽ? പെർ ഹെഡ് ആണ് 750 രൂപ ഒരാൾക്ക്. അതിപ്പോ ഡബിൾ ആണെങ്കിലും സിംഗിൾ ഡബിൾ ആണെങ്കിലും ഡബിൾ കയറുമ്പോൾ ഒരാൾക്ക് 750, മറ്റൊരാൾക്ക് 750. ഓ, അങ്ങനെ അങ്ങനെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ഡേറ്റും പെർ ഹെഡും അതെ ആൾക്കാരുടെ എണ്ണവും തിരക്കും എല്ലാം വെച്ച് നോക്കിയിട്ടാണ്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു റേറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്നാലും അഫോർഡബിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലോ ഏകദേശം. ഓക്കെ ഓക്കെ, അതായത് ലക്ഷറി വരെ ഉണ്ടല്ലോ അഫോർഡബിൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ ഓൾറെഡി മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗസ്റ്റും ഒക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഫുഡൊക്കെ അവർക്ക് തന്നെ ഉണ്ടാക്കാം അല്ലേ? ഓക്കെ 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 ഓക്കെ, ശരി. അപ്പോൾ താങ്ക് യു. ഇവരുണ്ടാക്കിയ ബിരിയാണിയാണ്. കഴിച്ചായിരുന്നു, ഓൾറെഡി കഴിച്ചിട്ട് ഇറങ്ങിയ. എന്നാലും നോക്കാം അല്ലേ? ഓക്കെ, ഇതെന്ത് ബിരിയാണിയാണ്? വെജിറ്റബിൾ ബിരിയാണി. നമ്മുടെ അണ്ണന്മാരൊക്കെ ഉണ്ട്. ഓക്കെ, അടിപൊളി, സൂപ്പർ. ആരുണ്ടാക്കിയതാ?
മൂന്നുപേരും കൂടെ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. വെജിറ്റബിൾ ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ആയിട്ട്. ஒரு பெரிய எங்களுக்கெல்லாம் കേട് ഓക്കെ മനസ്സിലായി. எங்க ஸ்கூல் வார்டன் வந்து இதெல்லாம் மான்கறின்னு எடுத்து போடுவாங்க. மீல் மேக்கர் நான்வெஜ் இல்ல, அதனால வெஜ் வந்து நான்வெஜ்னு சொல்லி கொடுப்பாங்க. ഓക്കെ, എന്നിട്ട് ഇവിടെ 4 days നിന്നു. இப்போ 4 days ആச்சு இங்க வந்து. ഓക്കെ, இன்னுം இன்னுം 2 days stay பண்ணுவோம். ഇനിയും 2 ദിവസം കൂടെ നിന്നിട്ടൊക്കെ പോകുന്നാ പറയുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട്? ഹൗസ് ദ സ്റ്റേ ഇവിടെ? சூப்பர் கம்ஃபர்ட் ஜோன் நல்லா இருக்கு. ஓகே, அந்த அக்ரிகல்ச்சர் யா, முன்னாடி அந்த போட்டோஸ், ஆ, அது வியூ பாயிண்ட், சப்போர்ட், அவங்க சப்போர்ட். അതെ 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 അതെ. அது வேற எத்தனோ ரூம் நாங்க ஸ்டே பண்ணிருக்கோம். പക്ഷെ ഇതുപോലെ ഒരു இந்த സ്റ്റേ നമുക്ക് അതെ 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 அந்த வியூ பாயிண்ட் அந்த അതെ അതെ நல்லா இருந்துச்சு. നമ്മളവിടെ പോയി നിന്ന് കഴിയുമ്പോ അവരുടെ ഒരു ഇത് വേണമല്ലോ നമുക്ക്. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മള് എവിടെ സ്റ്റേ ചെയ്യാൻ പോയാലും നമുക്ക് അവിടെ നമുക്ക് ഈ റൂം അത് ഫെസിലിറ്റീസ് ഒക്കെ തരുന്ന ആളുകളില്ലേ, അവരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഹെൽപ്പ് എപ്പോഴും നമുക്ക്, നമ്മളിപ്പോൾ എവിടെ സ്റ്റേ ചെയ്യാൻ പോയാലും എല്ലാവർക്കും ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും അല്ലേ ചില സ്ഥലത്തൊക്കെ പോയി നമ്മൾ സ്റ്റേ ചെയ്ത് കഴിയുമ്പോൾ. അപ്പം ഇതിവിടെ ഭയങ്കര കംഫർട്ടാണ്. അവർ ഒരു ദിവസത്തേക്ക് നിൽക്കാനായിട്ട് വന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ അവരിവിടെ ഇപ്പം ഓൾറെഡി 4 ദിവസമായി. പക്ഷെ ഇനിയിപ്പോൾ ഒരു 2 ദിവസം കൂടെ സ്റ്റേ ചെയ്തിട്ട് അവരിനി തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോകുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം അത്രയും കംഫർട്ടാണ് ഇവിടെ എന്നാണ് അവർ പറയുന്നത്. ഇവിടെയുള്ള ആളുകളെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, ഹെൽപ്ഫുള്ളാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പാഡിഗ്രാമിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരുപാട് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ എന്താണ്, ഇനി മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇനി ഒന്നും കൂടെ വരാം. എങ്ങനെയുണ്ട് നമുക്കെല്ലാം ഒന്നും കൂടെ ഒന്ന് കാണാം. ഇപ്പം ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് വന്നതാണ്. അപ്പോൾ എന്തായാലും അവരുടെ ബിരിയാണിയൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, ഗുണ. ഓക്കെ, ഗുണ. ആര് പോട്ടറ്? മമ്മി. ഓക്കെ, என் பேர் ஹரிஷ். ഹരീഷ്, ജയശ്രീ. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ജോബ് എന്താണ്? நாங்க பிசினஸ் தான். ബിസിനസ് ആണ് രണ്ടുപേർക്ക്. ഓക്കെ ഓക്കെ, ശരി ശരി. ரெடிமேட் ഓക്കെ, ക്ലോത്തിന്റെ ബിസിനസ് ആണ്, ഹോൾസെയിലാ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ അതിങ്ങോട്ടേക്ക് കേരളത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ടോ? അവിടുന്ന് ഇങ്ങോട്ടേക്ക്? ഓക്കെ ഓക്കെ, ശരി. ഓൺലി തമിഴ്നാട്? ശരി. ബർഗൂർ എന്നാണ് അതിന്റെ പേരല്ലേ? ഓക്കെ ഓക്കെ, അതെ. ആഹാ, கிளாத் வந்து ரொம்ப ஃபேமஸ் அங்க ആണല്ലേ? ഓക്കെ டிஸ்ட்ரிக்ட். ഓക്കെ. பர்கூர் வந்து ரொம்ப ஃபேமஸ். சூரத் வந்து ஸ்மால் சூரத்னு சொல்லுவாங்க. ഓ, സ്മോൾ സൂരത്ത്. ഓക്കെ, അപ്പൊ അത്രയും ഫേമസ് ആണോ അവിടെ? துணி ரொம்ப ஃபேமஸ். അപ്പൊ ഇങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെയാ? ரொம்ப சீப். ചീപ്പ് ആണല്ലേ? ரொம்ப cheap. ഓക്കെ, അപ്പൊ ഇനി ഞങ്ങള് ചെന്നൈക്ക് വരുമ്പോ നേരെ അവിടെ ചെന്നൈ തമിഴ്. 225 കിലോമീറ്റർ. ഓക്കെ, ചെന്നൈന്ന് അങ്ങോട്ടേക്ക് 25. ഓക്കെ ഓക്കെ, ചെന്നൈന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ. ഓക്കെ ഓക്കെ, ബൈ ട്രെയിൻ നമുക്ക് വരാൻ പറ്റുമോ? ട്രെയിനിൽ ഇവിടെ നമുക്ക് ഒള്ളി ബസ് അല്ലേ? ഓക്കെ. ഇതാണ് അവരുടെ നോർമൽ ഷിക്കാര. ഈ കാണുന്നതാണ് അവരുടെ ലക്ഷറി ഷിക്കാര. ആ ടൈമിൽ അത് റണ്ണിങ് ആയതുകൊണ്ട് എനിക്കത് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മൂടിയിട്ടിരിക്കുകയാണ് ഓൾറെഡി. അവർ ഹൗസ് ബോട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഹൗസ് ബോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആ ഹൗസ് ബോട്ടിലെ ഫസ്റ്റ് റൂമാണ് കേട്ടോ. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇവിടുന്ന് ഈ കർട്ടൻ അങ്ങ് മാറ്റി വിൻഡോ തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇതാണ് ഇവിടുത്തെ വാഷ് ഏരിയ.
ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് റൂം വരുന്നത്. കുറച്ചും കൂടി ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണിത്. ഓക്കെ, ഇതാ ഇവിടെയും സെയിം വിൻഡോ കർട്ടൻ മാറ്റുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. നമുക്കിനി ബാത്റൂമിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഈ റൂമിലെ ബാത്റൂം ഇതാണ് കേട്ടോ. ഓക്കെ, ഇതാ ഇവിടെ ഒരു സ്കൾപ്ചർ ഉണ്ട്, ഒരു തടിയുടെ ഇവിടെ ഒരു പെയിൻറ്റിങ് ഉണ്ട്. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ബാൽക്കണിയിലെത്തി. ഓക്കെ, ഇതാണ് ആ ഒരു വ്യൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് മറ്റേ ബോട്ടും കൂടെ ഉണ്ടെങ്കിൽ അതിലും കൂടെ നമുക്ക് കയറിയിട്ട് പോകാം. കാക്കിംഗ് ഇല്ല, അത് രാവിലെ വരണം നമ്മൾ പോകണമെങ്കിൽ. അത് ഇൻഷാല്ലാ ഒരു ദിവസം നമുക്ക് വരാം. ഓക്കെ, ഇവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ സ്ട്രാങ്ക് ഹൗസ് ബോട്ട് ഓടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗസ്റ്റൊക്കെ പറഞ്ഞത് ഇവിടെ അടിപൊളി ഹോസ്പിറ്റാലിറ്റി ആണെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ഇതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ, ഇനി നമ്മൾ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇവിടെയൊക്കെ ഒന്ന് റീഓപ്പൺ ആവും, എല്ലാം ഒന്ന് സെറ്റാവും. അപ്പോൾ നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ഇപ്പം ഞാൻ എന്താ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പുറത്ത് നല്ല മഴയുണ്ട്. പിന്നെ അവർ പറഞ്ഞു ചെറിയ ബോട്ടുണ്ട്, ആ ബോട്ടിൽ നമുക്ക് എന്താണ് വില്ലേജസിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. നമുക്ക് കുട്ടനാടിൻ്റെ ശരിക്കും ഉള്ളിലുള്ള കുട്ടനാടൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവരത് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിവേ നമുക്ക് നോക്കാം. ഒരുപാട് മഴയില്ല എങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ പോവാം. ഓക്കെ, ഇപ്പം അത്യാവശ്യം നല്ല മഴയുണ്ട്, നമുക്ക് നോക്കാം. സ്റ്റിൽ വെയിറ്റിംഗ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും. പക്ഷെ നല്ല കാറ്റും ഭയങ്കര പീസ്ഫുള്ളാണ്. ഞാനൊരു ആലപ്പുഴക്കാരി ആയതുകൊണ്ട് ഇങ്ങനെ എടുത്ത് ഞാൻ പറയുന്നല്ല, ഭയങ്കര പീസ്ഫുള്ളാണ്. അപ്പം എല്ലാവരും ഒരിക്കൽ ആലപ്പുഴയിൽ വരണം. ലൈഫിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ ആലപ്പുഴയിൽ വരണം. വന്നിട്ട് ഹൗസ് ബോട്ടിലൊക്കെ ഒന്ന് കയറി അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ശരിക്കും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇപ്പം ഞാൻ ഇതിലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് റണ്ണിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഭയങ്കര പീസ്ഫുള്ളാണ്. ഭയങ്കര നമുക്ക് മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം കിട്ടും. എന്താ പറയുക, ഒരു തവണയെങ്കിലും നിങ്ങളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ശരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഹോം സ്റ്റേ. അതായത് എന്താണ് പാഡിഗ്രാം എന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേയുടെ ഫെസിലിറ്റീസ് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇപ്പം വന്ന് ആ ഒരു ടൈമുള്ള ഫെസിലിറ്റീസ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു കുഞ്ഞു ബോട്ടിൽ പോകാൻ നമുക്ക് പറ്റുമെന്നുള്ളത് നോക്കാം. മഴയാണ്, അപ്പോൾ അത് തുഴയുന്ന ആളൊക്കെ എങ്ങനെയാണ് വരും, അവരെ എപ്പോഴാണെങ്കിലും വരും. എന്നാലും മഴ ആയതുകൊണ്ട് ഒരു ഇച്ചിരി ഡേഞ്ചർ സിറ്റുവേഷനാണ്. നല്ല മഴയുണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട് കായലിൽ. അപ്പം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, കാണിച്ചു തരാൻ പറ്റുന്നൊരിതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളെ കാണിച്ചു തരും എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് കുഞ്ഞു ബോട്ടിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അതിലും വലിയ പേടിയുമാണ് എനിക്ക്. എനിവേ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. മഴയാണ്, കാണിച്ചു തരാം. വാവ്, ഐ തിങ്ക് ഇന്നിനിപ്പം പോകാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. മഴ ഒട്ടും കുറവില്ല, നല്ല മഴയുണ്ട്. സോ നമുക്കിനി പിന്നെ വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് ഈ കുഞ്ഞു ബോട്ടിൽ നമ്മളുടെ വില്ലേജസിലൊക്കെ പോകുന്നത് നമുക്കൊന്ന് ക്യാപ്ചർ ചെയ്യാം. ഇനിയിപ്പം പോക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നല്ല മഴയാണ്, അതിന് ഷെൽട്ടറൊന്നും ഇല്ലല്ലോ വേറെ. ഓപ്പണായിട്ട് കിടക്കുന്ന ബോട്ടല്ലേ, നോർമൽ വെള്ളമല്ലേ, ഷിക്കാര ബോട്ടും അല്ല, നോർമൽ വെള്ളമാണ്. അപ്പം അതിന് ഇനി പോക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ അവരെയും ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാലും ഈ മഴയത്ത് പോകുന്നത് റിസ്ക്കിയാണ്. വെറുതെ എന്തിനാണ് നമ്മൾ അപകടം വിളിച്ചു വരുത്തുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സോ നമുക്കെന്നാൽ വേറെ ദിവസം വന്നിട്ട് ബ്ലോഗ് എടുക്കാമല്ലേ അതിൻ്റെത്. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. നല്ല മഴയുണ്ട്, വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. അപ്പം നമുക്ക് ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. നല്ല മഴയുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നോട് എല്ലാവരും ചോദിക്കുമായിരുന്നു, എടാ അവിടെ വന്നാലും ഹോം സ്റ്റേസ് ഏതൊക്കെയാണ് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ.
ആലപ്പുഴയിൽ തന്നെ ഒത്തിരി ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നേരത്തെ നമ്മുടെ ഗസ്റ്റ് പറഞ്ഞു കേട്ടില്ലേ, ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കര പീസ്ഫുൾ ആണെന്നാണ് അവർ പറഞ്ഞത്. സോ അപ്പോൾ അവർ അത്രയും കംഫർട്ടായിട്ടായിരിക്കുമല്ലോ 1 ഡേ സ്റ്റേ ചെയ്യാൻ വന്ന ആൾക്കാർ 4 ദിവസം സ്റ്റേ ചെയ്തു, പ്ലസ് ഇനി 2 ഡേയ്സും കൂടെ സ്റ്റേ ചെയ്തിട്ട് അവർ പോകത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പീസ്ഫുൾ ആണ്. അപ്പോൾ ആലപ്പുഴയിൽ വരുന്നവർക്ക് പാഡിഗ്രാമിലേക്ക് വരാം. എവല്ലേ നല്ല ഉറക്കം വരുന്നത്, ശരിക്കും ഭയങ്കര പീസ്ഫുൾ ആണ്. നല്ല ഉറക്കം വരുന്നത്, ഇവിടെ ഇങ്ങനെ കിടക്കാം, നല്ല സുഖമായിട്ട് ഉറങ്ങാം എന്ന് പറയുന്ന പോലെ സുഖമായിട്ട് കിടന്നുറങ്ങാം. പുറത്ത് നല്ല മഴ, ഹൗസ് ബോട്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. സോ എല്ലാവരും വരിക. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോകും ശരിക്കും. അപ്പോൾ എല്ലാവരും വരിക, പാഡിഗ്രാമിലേക്ക് വരിക. ആലപ്പുഴയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും പാഡിഗ്രാം കോണ്ടാക്ട് ചെയ്യുക. ഹൗസ് ബോട്ടൊക്കെ പോകുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ.